Hey guys, ഞങ്ങൾ ഞങ്ങളുടെ സെംബ്രേക്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്നുള്ള ഒരു ഐഡിയ ആക്ച്വലി വന്നേ. അപ്പൊ ഇന്നാണ് ഞങ്ങളുടെ ഇന്റേൺഷിപ്പിന്റെ ഫസ്റ്റ് ഡേ. ഞങ്ങളാണെങ്കിൽ കണ്ടന്റ് കിട്ടാണ്ടിരിക്കുന്നു. കണ്ടന്റ് മാത്രല്ല, ഞങ്ങൾക്ക് സ്ഥലവും അറിഞ്ഞൂടാ. വഴി അറിയാം, പക്ഷെ സ്ഥലം അറിയില്ല എവിടേക്കാ പോണ്ടേന്നുള്ളത്. സോ ഞങ്ങൾ മിക്കവാറും വേറെ വല്ലയിടത്തും പോയി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നീയാടെ രാജ്യം ഇതുകൊണ്ട് നീയാടെ പാപ്പാനെ ആക്ച്വലി എന്റെ വീടിന്റെ ഭാഗമല്ല, പക്ഷെ വീടിന്റെ സ്ഥലമാണ്. ഞങ്ങൾക്ക് അറിയണല്ലോ. ഇത് വേറെ ഈ വഴി പോയി വേറെ കിടത്തില്ലല്ലോ. ഇല്ല, ഇതൊക്കെ നന്നായിരിക്കും പണിതിട്ട്. സോ ഓക്കെ ഗൈസ്, ഞങ്ങൾ ഫൈനലി സൈറ്റിൽ എത്തി. പക്ഷെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ പണിക്കാർ ആരുമില്ല. മഴ ഉണ്ടായിരുന്നു രാവിലെ, അപ്പം അതുകൊണ്ട് പണിക്കാരും വന്നിട്ടില്ല. ഇവിടെ ചേട്ടനുണ്ട്, ആൽഫ്രഡ് എഞ്ചിനീയറാണ്. ആളാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ആള് പാവായോണ്ട് ഞങ്ങൾ ജീവിച്ചു പോണു. അല്ല, ഞങ്ങള് വന്ന ദിവസത്തിന്റെ വളരെ ശുഭകരമാണ്, പണിക്കാരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ പണി അങ്ങനെ ഒന്നുമില്ല. ഞങ്ങളുടെ ഇതിന്റെ ഓണറിന്റെ പേര് ജോയി എന്നാണ്. അപ്പൊ അങ്കിള് വന്നു, അങ്കിള് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എന്നിട്ട് അങ്കിള് പോയി. അപ്പൊ ചേട്ടനാണ് പഠിപ്പിക്കണേ. അപ്പോ ഞങ്ങൾ വന്നിട്ട് ഡൈമെൻഷൻസ് ഒക്കെ എടുത്തു. ഇങ്ങനെ റൂമിന്റെയും ചെറിയ പണിയാണ്, പക്ഷെ നല്ല പണിയുണ്ടെന്ന് മനസ്സിലായി. ലൈറ്റ് പോകുന്നുണ്ട്, നല്ല വെയിലുണ്ട്, തലവേദന എടുക്കും, ടാൻ അടിക്കും. സോ ഗൈസ്, ഇതാണ് നമുക്ക് വർക്കുള്ള വീട്. ഇത് സിറ്റ് ഔട്ട് ആണ് ആൻഡ് ഇത് ഒരു റൂമാണ്. പിന്നെ കിച്ചൺ ആ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇപ്പം തന്നെ ഷെയ്ക്ക് കുടിച്ചിട്ട് വന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു സാധനം കണ്ടു. ഇത് ആക്ച്വലി ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. വിനീറ്റ് ഇവിടെ നിന്ന് പഴംപൊരി കഴിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ ഗൈസ്, നമുക്കപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാം, അൺബോക്സ് ചെയ്യാം. ഇങ്ങനെ എന്തോ ആണോ തന്നെ ഇതിനെന്നിട്ട് ഇതൊക്കെ വെറുതെ വെച്ചേക്കുന്നത് ജെംസ് പോലെ എന്തോ ആട്ടോ. പൊട്ടിക്കാനും പറ്റുന്നില്ല ഗൈസ്. ഇത് പൊട്ടിച്ചു. ജെംസ് ആണ്. സോ ഞങ്ങള് സ്റ്റീൽ പാലം കാണാൻ വന്നിരിക്കുകയാണ് ഗൈസ്. നല്ല പാലാണ്. എനിക്ക് ഇവിടെ കാണുമ്പോൾ ഇതിൽ കൂടെ വണ്ടിയൊക്കെ പോകും. അതെ, വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പം നമ്മൾ നീങ്ങിയൊക്കെ നിൽക്കണം. സൈഡ് കൊടുത്ത് നീങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ജീവനോടെ രക്ഷപ്പെടാം, അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തേക്ക് വരും.